വാർത്തയിലേക്കാണ്. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ പേരാവൂരിൽ മത്സരിക്കും. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ചു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഒടുവിൽ അങ്ങനെ കെ ശൈലജ മത്സര രംഗത്തേക്ക് പേരാവൂരിൽ മത്സരിക്കുമെന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ണൂരിലെ സെക്രട്ടേറിയറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു മുൻ മന്ത്രി കെ ശൈലജ ടീച്ചർ മത്സരിക്കുന്ന കാര്യത്തിൽ. എന്നാൽ ഇപ്പോൾ അവർ മത്സരിക്കുന്ന കാര്യത്തിൽ കൃത്യമായ വിവരം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ അറിയിച്ചിരിക്കുന്നു. പേരാവൂരിൽ തന്നെ അവർ മത്സരിക്കും. പേരാവൂരിൽ മത്സരം കടുകട്ടിയാവും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെയാണ് കെ ശൈലജ ടീച്ചർ മത്സരിക്കുന്നത്. മട്ടന്നൂരിൽ നിന്നാണ് നേരത്തെ അവർ നിയമസഭയിൽ എത്തിയിരുന്നത്. ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് മട്ടന്നൂരിൽ നിന്ന് വിജയിച്ചത്. പക്ഷേ ഇത്തവണ മട്ടന്നൂരിൽ സീറ്റ് നൽകിയില്ല. പകരം പേരാവൂരിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പേരാവൂരിൽ മത്സരിക്കാനുള്ള നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. ആ നിർദ്ദേശം കെ ശൈലജ ടീച്ചർ അംഗീകരിച്ചിരിക്കുന്നു. പേരാവൂരിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ വലിയ ജനപിന്തുണ ഉണ്ടായിരുന്ന CPIM-ൻ്റെ നേതാവ് കൂടിയായിരുന്നു കെ ശൈലജ ടീച്ചർ. ഈ തവണ അവർ രാഷ്ട്രീയ പ്രത്യേകിച്ചും മട്ടന്നൂരിൽ മത്സരിക്കണമെന്ന് താല്പര്യം അറിയിച്ചിരുന്നെങ്കിൽ തന്നെയും പാർട്ടി സംസ്ഥാന നേതൃത്വവും ഒപ്പം തന്നെ ജില്ലാ നേതൃത്വവും ഒക്കെ തന്നെ തൽക്കാലം മട്ടന്നൂരിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരുന്നു. പകരം പേരാവൂരിൽ മത്സരിക്കണം എന്ന ആവശ്യമായിരുന്നു ഉന്നയിച്ചത്. ആദ്യഘട്ടത്തിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും തന്നെ അറിയിച്ചിരുന്നില്ല. ഇത് വലിയ തരത്തിൽ ചർച്ച ആയി മാറുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ചേർന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. പേരാവൂരിൽ മത്സരിക്കാൻ തന്നെ കെ ശൈലജ ടീച്ചർ തീരുമാനിച്ചിരിക്കുന്നു. പേരാവൂരിൽ മത്സരം കടുകട്ടിയാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു. കാരണം പേരാവൂരിൽ കഴിഞ്ഞ പ്രാവശ്യം വലിയ തരത്തിലുള്ള ഒരു ഭൂരിപക്ഷമൊന്നും തന്നെ കോൺഗ്രസിന് അവിടെ നിന്ന് ലഭിച്ചിരുന്നില്ല. മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശം ഉൾപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും സണ്ണി ജോസഫ് അവിടെ മത്സരിച്ച് വിജയിക്കുന്ന ആളാണെങ്കിൽ തന്നെയും അവിടെ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുവാൻ കെ ശൈലജ ടീച്ചറിന് പേരാവൂരിൽ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കന്മാർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സണ്ണി ജോസഫിനെ പ്രത്യേകിച്ചും KPCC അധ്യക്ഷനെതിരെ പാർട്ടിയുടെ മുതിർന്ന നേതാവ് തന്നെ മത്സരരംഗത്ത് എത്തുമ്പോഴേക്കും കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും വലിയ മത്സരമായി പേരാവൂരിലേത് മാറപ്പെടും എന്നുള്ള ഉറപ്പാണ്. കാരണം വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് ആ നിയമസഭാ മണ്ഡലം മാറപ്പെടും. അത് മാത്രവുമല്ല കെ ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ജനസമ്മതി ഏറിയ ഒരു നേതാവാണ്. പാർട്ടിക്കകത്തെ സീനിയർ നേതാവാണ്. മാത്രവുമല്ല ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാൽ തന്നെയും വിജയ സാധ്യതയുള്ളൊരു നേതാവാണ്. അങ്ങനെ നോക്കുമ്പോഴേക്കും പേരാവൂരിലേക്ക് എത്തുന്നത് ഇത്തവണ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് തന്നെയാണ്. ഇരു പാർട്ടികൾക്കും KPCC അധ്യക്ഷൻ മത്സരിക്കുന്നു, സണ്ണി ജോസഫ് മത്സരിക്കുന്നു എന്നുള്ള സാഹചര്യം കൊണ്ട് തന്നെ കോൺഗ്രസിനും അതുപോലെ തന്നെ CPM-ൻ്റെ മുതിർന്ന നേതാവ് മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ട് CPM-നും പേരാവൂരിൽ നടക്കാൻ പോകുന്നത് വലിയ തരത്തിലുള്ള ഒരു അഭിമാന പോരാട്ടം തന്നെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആദ്യം മട്ടന്നൂരിൽ മത്സരിക്കണം, അല്ലെങ്കിൽ മട്ടന്നൂരിൽ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ താൻ തെരഞ്ഞെടുപ്പിലെ മത്സരിക്കില്ല എന്ന് പറയുന്നു. ഇപ്പോൾ പേരാവൂരിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിക്കുന്നു. അതും സണ്ണി ജോസഫുമായ ഒരു പോരാട്ടം. അപ്പോൾ പേരാവൂരിനെ സംബന്ധിച്ചും ഒരു കനത്ത പോരാട്ടം തന്നെ ആയിരിക്കില്ലേ ഉണ്ടായിരിക്കുക? കെ ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പിണറായി സർക്കാരിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച മന്ത്രിയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ 2021 വിജയിച്ചെങ്കിലും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ, അതായത് മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം, ഏകദേശം 60,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു മട്ടന്നൂരിൽ നിന്നും വിജയിച്ചത്. പക്ഷേ മട്ടന്നൂരിൽ തൽക്കാലം കെ ശൈലജ ടീച്ചറിൽ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെ എടുക്കുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ അവർക്ക് മത്സരിക്കുന്നതിന് സീറ്റ് നൽകിയിരുന്നു. പക്ഷേ സീറ്റ് നൽകിയിട്ടില്ല എന്നുള്ള ചർച്ചകളൊക്കെ വെറുതെ ആയിരുന്നു. ഒഴിവാക്കി എന്നുള്ള ചർച്ചകളും ഒരർത്ഥത്തിൽ ഒരു കാര്യവുമില്ലാതായിരുന്നു. പക്ഷേ ശരിക്കും മത്സരിക്കാൻ പാർട്ടി കെ ശൈലജ ടീച്ചറിനോട് ആവശ്യപ്പെടണം. പക്ഷേ പേരാവൂർ മണ്ഡലത്തിൽ മത്സരിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. സാധാരണഗതിയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു സ്ഥാനാർത്ഥിയാകുന്നതും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിനുമൊക്കെ തന്നെ പാർട്ടിയിൽ തന്നെ ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളനുസരിച്ച് സംസ്ഥാന നേതൃത്വം നൽകുന്ന നിർദ്ദേശങ്ങൾ പാർട്ടി സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുക്കും. പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച് ചർച്ച ചെയ്യുകയാണ് പതിവ്. അത്തരത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് തന്നെ ചർച്ച ചെയ്തിരിക്കുന്നു. ആ തീരുമാനം അംഗീകരിക്കുവാൻ പേരാവൂരിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് കെ ശൈലജ ടീച്ചർ അറിയിച്ചതോട് തന്നെ പേരാവൂരിൽ നടക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ശക്തിയേറിയ മത്സരങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും. കാരണം KPCC അധ്യക്ഷൻ വലിയ തരത്തിൽ വിജയം ആവർത്തിക്കും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടായിരുന്നു. ആ മത്സരത്തിന് തടയിടാൻ കെ ശൈലജ ടീച്ചറിന് കഴിയുമെന്നുള്ള പ്രതീക്ഷ CPIM-നുമുണ്ട്. എന്തായാലും വലിയ ഒരു മത്സരത്തിലേക്ക് പേരാവൂർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു കാര്യം. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ആര് മത്സരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കണ്ണൂരിലെ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് പേരാവൂരിലെ മത്സരം മാറപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.
ബിനോയ്, അതുപോലെ തന്നെ പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് കൂടുതൽ പ്രാബല്യമുള്ള അല്ലെങ്കിൽ കൂടുതൽ പിന്തുണ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിലേക്ക് CPM ശൈലജ ടീച്ചറെ പരിഗണിക്കുമ്പോൾ എത്രത്തോളം ആയിരിക്കാം ആ ഒരു വിജയ സാധ്യത? ജില്ലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് മണ്ഡലങ്ങൾ പേരാവൂരും ഇരിക്കൂറുമാണ് വലിയ തരത്തിൽ കോൺഗ്രസിന് അല്പം വേരോട്ടമുണ്ട് എന്ന് പറയുന്നത്. കാരണം കുടിയേറ്റ കർഷകരും ഒപ്പം തന്നെ മതന്യൂനപക്ഷ വിഭാഗങ്ങളുമൊക്കെ കൂടുതലുള്ള രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇരിക്കൂറും ഒപ്പം തന്നെ പേരാവൂരും. ഇവിടെ രണ്ടിടത്തുമാണ് കോൺഗ്രസ് വലിയ തരത്തിൽ പിടിമുറുക്കാറുള്ളതും. അത്തരത്തിൽ വലിയ ഒരു രാഷ്ട്രീയ മത്സരങ്ങൾ നടക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഈ രണ്ട് മണ്ഡലങ്ങളിൽ. പക്ഷേ KK ശൈലജ ടീച്ചർ ഇവിടേക്ക് സ്ഥാനാർത്ഥിയായി എത്തുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പാർട്ടി സംസ്ഥാന നേതൃത്വം എന്താണോ നിർദ്ദേശിച്ചത് അത് അതേപടി അംഗീകരിക്കുകയും ആ തീരുമാനം ഏറ്റെടുക്കുകയും ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ KK ശൈലജ ടീച്ചർ പേരാവൂരിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വലിയ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിരുന്നെങ്കിൽ തന്നെയും നിലവിലെ സാഹചര്യങ്ങൾ ഭരണപരമായ നേട്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CPIM അവിടെ ഉയർത്തി കാണിക്കും. മാത്രവുമല്ല മറ്റ് CPIM നേതാക്കളെ അപേക്ഷിച്ച് KK ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയപരമായും അതിനു അപ്പുറത്തേക്ക് 2016 മുതൽ 2021 വരെ പിണറായി മുഖ്യമന്ത്രിയായ സമയത്ത് പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച മന്ത്രിമാരിൽ ഒരാളാണ് KK ശൈലജ ടീച്ചർ. അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കോവിഡ് സമയത്ത് മന്ത്രി എന്ന നിലയിൽ KK ശൈലജ ടീച്ചർ നടത്തിയ പ്രവർത്തനങ്ങൾ കേരളം വലിയ തരത്തിൽ അവരെ അഭിനന്ദിച്ചതാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ മാറ്റം അല്ലെങ്കിൽ ഒരു ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ മാറ്റം കൊണ്ടുവരുവാൻ ശ്രമിച്ചിരുന്നു. തൊട്ടു പിന്നാലെ ഈ 5 വർഷം മന്ത്രിസ്ഥാനത്തുനിന്ന് മാറി നിന്നിരുന്നു എങ്കിൽ തന്നെയും രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലൊക്കെ തന്നെ സജീവമായി ഉണ്ടായിരുന്നു. പാർട്ടി ഏറ്റെടുത്ത പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കാനും നടത്തുവാനും KK ശൈലജ ടീച്ചറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂർ മേഖലയെ സംബന്ധിച്ചിടത്തോളം KK ശൈലജ ടീച്ചറിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രവർത്തന മികവിൻ്റെ കാര്യത്തിലായാലും മന്ത്രിയായ സമയത്ത് നടത്തിയ വികസന പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചൊരു നേതാവ് നിലയ്ക്ക് പേരാവൂരിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ പോരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരും. പേരാവൂർ കാണാൻ പോകുന്നത് വലിയ തരത്തിലുള്ള ഒരു മത്സരം തന്നെയായിരിക്കും. പ്രത്യേകിച്ചും CPIM-ഉം കോൺഗ്രസും മുഖാമുഖം മത്സരിക്കപ്പെടുന്നു. രണ്ട് മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള മത്സരത്തിലേക്ക് എത്തപ്പെടുന്നു. KPCC അധ്യക്ഷനെതിരെ മത്സരിക്കുവാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ രംഗത്തെത്തുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബിനോയ്, അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായ PK ശ്യാമള തളിപ്പറമ്പ് മത്സര രംഗത്തേക്ക് കൂടി എത്തുന്നു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നു. നേരത്തെ തളിപ്പറമ്പിൽ നിന്നുള്ള MLA ആയിരുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ. ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തിയപ്പോൾ കാരണം ഒരു MLAക്ക് അപ്പുറത്തേക്ക് സംസ്ഥാനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളുടെയും ചുമതലയും ഉത്തരവാദിത്വവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട ഉത്തരവാദിത്വവും ഒക്കെ വരുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് MV ഗോവിന്ദൻ മാസ്റ്റർ മുന്നിൽ നിന്ന് പട നയിക്കേണ്ടി വരും. മാത്രവുമല്ല ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ PK ശ്യാമള തന്നെയാണ് ഇവിടെ മത്സര രംഗത്തേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സുകന്യയുടെ പേര് അവിടെ ഉയർന്നു വന്നിരുന്നെങ്കിൽ തന്നെയും പക്ഷേ ആ പേര് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയപ്പോഴേക്കും ഒഴിവാക്കപ്പെടുകയായിരുന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ശ്യാമള അവിടെ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒറ്റ പേരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വളരെ PK ശ്യാമള ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തുണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് സ്ഥലങ്ങൾ അതായത് ഈ തളിപ്പറമ്പിൻ്റെ കാര്യത്തിലും ഒപ്പം തന്നെ പേരാവൂരിൻ്റെ കാര്യത്തിലും ആരൊക്കെ സ്ഥാനാർത്ഥികളാകും എന്നുള്ള കാര്യത്തിലാണ് വലിയ തരത്തിൽ രാഷ്ട്രീയപരമായ ചർച്ച ഉയർന്നു വന്നിരിക്കുന്നത്. ആ ചർച്ചകൾക്ക് ഇപ്പോൾ ഏകദേശം തിരശ്ശീല വീണു എന്ന് തന്നെ പറയാൻ കഴിയുന്നു. PK ശ്യാമള അവിടെ തളിപ്പറമ്പിലുണ്ടാകും. KK ശൈലജ ടീച്ചർ പേരാവൂരിൽ മത്സരിക്കും. അങ്ങനെ കണ്ണൂരിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏകദേശം CPIM-ൻ്റെ ഭാഗത്ത് നിന്ന് തെളിഞ്ഞിട്ടുണ്ട്. സ്പീക്കറുടെ കാര്യത്തിൽ ഷംസീറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഏത് മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നേരത്തെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ തന്നെയും തലശ്ശേരിയിലേക്ക് കാരായി രാജൻ മത്സരിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തൽക്കാലം ഷംസീറിൻ്റെ മത്സരരംഗത്തുണ്ടാകുമോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും പാർട്ടി അറിയിച്ചിട്ടുമില്ല. ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികകളുടെ ഓരോരോ സ്ഥാനാർത്ഥികളെയായി പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് മുൻ ആരോഗ്യമന്ത്രിയായ KK ശൈലജ
പേരാവൂരിൽ മത്സരിക്കുകയാണ്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ചു എന്നൊരു വിവരമാണ് ഈ നിമിഷം നമുക്ക് ലഭിച്ചത്. കൂടാതെ തന്നെ മട്ടന്നൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറിയായ VK സനോജും മത്സര രംഗത്ത് ഉണ്ട് എന്ന വിവരം കൂടി ലഭ്യമാകുന്നു. D ബിനോയിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.